അസ്സലാമു അലൈക്കും. ലെനോസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ തെങ്ങും പൂക്കുല വരട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. പൂക്കുല കിട്ടുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വേദനക്കും നടുവേദന എല്ലാ വേദനകൾക്കും നല്ലതാണ് പൂക്കുല. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പൂക്കുല എടുക്കണ സമയത്ത് നല്ല ഇളയത് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. അധികം മൂപ്പായത് ഒട്ടും കൊള്ളൂല. ഇതിപ്പോൾ നല്ല പാകത്തെ കറക്റ്റ് അളവിലാണ് ഞാൻ ഇപ്പം ഈ പൂക്കുല എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതിൻ്റെ കൂമ്പനൊന്നും പൊളർന്ന് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ചെറുതായി അരിഞ്ഞെടുക്കുകയാണ്. ഇതിൻ്റെയും ചെറുപ്രായം കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഇതാദ്യം ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്, ചെറുതായി അരിഞ്ഞതിന് ശേഷം. ചിലവർ പച്ചക്കന്നെ അടിക്കണവരും ഉണ്ട്. ചെറുതായി അരിഞ്ഞതിൻ്റെ ശേഷം മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടാണ് പിന്നെ വേവിച്ചെടുക്കണത്. ഞാൻ കുക്കറിൽ വേവിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കണത്. അത് എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് മൊത്തത്തിൽ അരിഞ്ഞെടുത്ത് കുക്കറിലേക്ക് ഇടുകയാണ്. ഞാനിത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നാളികേരത്തിൻ്റെ പാലെടുത്തിട്ടുണ്ട്, അതിൻ്റെ 2ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യണത്. ഇതുകൊണ്ട് ലേഹം ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പരട്ട് ഉണ്ടാക്കൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൽ മരുന്നൊന്നും ചേർക്കാതെ പരട്ട് മാത്രം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് ഞാൻ 2ാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ വേറെ ചേർത്തുകയാണ്, ഇതിൽ കാണിക്കണില്ല. നന്നായി ഒരു 5 വിസിൽ വരെ ഞാൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഞാൻ ശർക്കര ഉരുക്കിയെടുക്കുകയാണ്. ഒരു 250 ശർക്കരയിലും ഞാൻ ഇപ്പോൾ എടുത്തിട്ട്, പിന്നെ ലാസ്റ്റ് ഒന്നുകൂടി ഉരുക്കേണ്ടി വന്നു. ഞാൻ ഉരുക്കിയത് കമ്മിയായത് കാരണം എടുക്കണ സമയത്ത് തന്നെ ഒരു 400 ഗ്രാം ശർക്കര അതിലേക്ക് വേണം. കാരണം നമുക്കിത് ചവർപ്പുള്ളതായത് കൊണ്ട് തന്നെയാണ് മധുരം കൂടുതൽ വേണ്ടിയത്. ഞാൻ ഏലക്ക ഒരു 5 ഏലക്ക എടുത്തു, 3/4 ടീസ്പൂണ് നല്ല ജീരകം എടുത്തു, 2 പീസ് ഇഞ്ചി ചുക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വറുത്ത് പൊടിച്ചെടുക്കാം. ഇപ്പം 5 വിസിലടിച്ചതിൻ്റെ ശേഷം ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ട് സ്റ്റീമൊക്കെ പോയതിൻ്റെ ശേഷം അത് തുറന്നെടുക്കുകയാണ്. വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് അളവിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ഉടച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ഉടച്ചെടുക്കാം. പക്ഷെ ഒന്നുകൂടി നല്ലത് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണെന്ന് നല്ലത് എഴുതിയിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കണത്. ചെറുതായിട്ട് തരിപ്പൊന്നും വേണ്ട, കുട്ടികൾ കഴിക്കാനുള്ളതല്ലേ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എല്ലാവർക്കും കഴിക്കാം, കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാം. പൂക്കുല കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് ചൂടുകാലോ മഴക്കാലോ ഒന്നുമില്ല, മഴക്കാലത്ത് ഒന്നുകൂടി നല്ലതാണ് എന്നുള്ളൂ. നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി അരച്ചെടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ നാളികേരപ്പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇത് ഇനി നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ശർക്കര പാനി ഈ സമയം തന്നെ വേണമെങ്കിൽ ചേർക്കുക, കാരണം നമ്മളെ പൂക്കുലയൊക്കെ വെന്ത് കഴിഞ്ഞതാണല്ലോ. ഞാൻ ആകെ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ കടായിയാണ് നല്ലത് എന്ന് പറയുന്നത്. ഈ സമയം തന്നെ ഞാൻ ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. മറ്റുള്ള പാനൊക്കെ ആണെങ്കിൽ അടിക്ക് പിടിച്ച് കരിയാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇത് നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ സ്റ്റൗ ഓണാക്കുന്നത്. സ്റ്റൗ ഓണാക്കിയതിൻ്റെ ശേഷം നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോഴാണ് ഞാൻ സ്റ്റൗ ഓണാക്കിയത്. ഇനി ഞാൻ ഇത് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത്.
ഇത് നന്നായി ഇളക്കി കൊടുക്കാം. പൂക്കുലൊക്കെ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് എന്തായാലും ഇഷ്ടപ്പെടും ചെയ്യും. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ, ആരോഗ്യത്തിനും തന്നെ നല്ലതാണ്. എപ്പോഴൊന്നും കിട്ടാറുണ്ടാവില്ല നമുക്കിത് പൂക്കുല. വല്ലപ്പോഴും എവിടെയെങ്കിലും തെങ്ങൊക്കെ വെട്ടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്കിത് കിട്ടുക. ഇപ്പം മഴക്കാലമല്ല, തെങ്ങ് വീണൊക്കെ സമയമാണല്ലോ. ഇവിടെ വീണപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഇതിലേക്ക് ഞാൻ നവരരിയാണ് വെള്ളത്തിലിട്ടത്. ഞാനിപ്പോൾ വെള്ളത്തിലിട്ടിച്ചിട്ട് 2 മണിക്കൂറായി. ഒരു 100 ഗ്രാം നവരരി വെള്ളത്തിലിട്ടച്ചിരുന്നു. ഇപ്പം ഞാൻ പൊടികൾ ചേർക്കുകയാണ്. നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച പൊടികളുണ്ടല്ലോ, അത് ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഈ വറുത്ത് പൊടിക്കണ സമയത്ത് 2 കുരുമുളകിൻ്റെ പൊടിയും ഇതിൽ ചേർത്തുകാണ്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ അതൊന്നും ചേർക്കണില്ല. ഇത് നന്നായി ഇളക്കിയെടുക്കാം. ഞാൻ 100 ഗ്രാം നവരരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം പച്ചരി എടുക്കാം, ഏതരി എടുക്കാം. അരിപ്പൊടി വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ നവരരി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ നവരരിയാണ് ചേർക്കണത്. ഇത് ഇനി നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ അരി നന്നായി അടിച്ചെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇത് നന്നായി ഇളക്കിയെടുക്കണം. കട്ട കെട്ടാതെ, ഒട്ടും കട്ട കെട്ടാൻ പാടില്ല. ഇത് പറ്റ ലോ ഫ്ലെയിമിലാണ് ഇപ്പം ഞാൻ വെച്ചിട്ടുള്ളത്. അത് ഇതിൽ നിന്ന് നന്നായി ബബിൾസ് മേലേക്ക് പൊന്തി വരുന്നുണ്ട്. മേത്തേക്കൊക്കെ തെറിക്കാൻ നല്ല സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇളക്കിയെടുക്കുന്ന സമയത്തൊക്കെ നന്നായി ശ്രദ്ധിക്കണം. ഇപ്പം ഈ സമയം മധുരം നോക്കിയപ്പോൾ മധുരം കമ്മിയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ശർക്കരപ്പാനി കുറച്ച് കമ്മിയായി, പിന്നെ ഉണ്ടാക്കേണ്ടി വന്നു എന്നല്ലേ. ഇത് നല്ല ചവർപ്പായതുകൊണ്ടാണ് നമുക്ക് മധുരം കൂടുതൽ വേണ്ടി വരുന്നത്. കുട്ടികൾക്ക് കഴിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് മധുരമൊക്കെ മുന്നിലിട്ട് നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ കുട്ടികൾ കഴിക്കൂല. അത് ചവർപ്പായതുകൊണ്ട് തന്നെ. പിന്നെ ഇതിൽ മരുന്നുകൾ ചേർക്കണില്ല, നെയ്കൾ ചേർക്കണില്ല. വെറും 3 ചേരുവകൾ മാത്രമുള്ളല്ലോ ചേർക്കണത്. തേങ്ങാപ്പാലൊക്കെ കുട്ടികൾക്ക് ഏറ്റവും നല്ലതുമാണ്. സ്റ്റൗമ്മലൊക്കെ നിറച്ച് ഇതിന്ന് തെള്ളി ബബിൾസ് വന്ന് ചാടിയിട്ടുണ്ട്. ഇപ്പം ഇത് നന്നായി കുറുകി വരുന്നുണ്ട്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ലേഹം ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ഇതിലേക്ക് മരുന്ന് ചേർത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ ഇതന്നെയാണ് ലേഹം ഉണ്ടാക്കുന്ന രീതി. കുറച്ചുകൂടി ടൈറ്റിലാവും നമ്മൾ ലേഹം ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കുക. അതിലത്തെ നെയ്യ് തെളിഞ്ഞ് വരുന്ന വരെയാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഞാൻ ഈ സമയമാണ് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തത്. കൂടുതൽ നെയ്യ് ഇഷ്ടമാണെന്ന് തോന്നുകയാണെങ്കിൽ എത്രയും ചേർത്ത് കൊടുക്കട്ടെ. ചേർത്ത് കൊടുക്കണതിന് കുഴപ്പമൊന്നുമില്ല. നല്ല നെയ്യ്, ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി കുറുകി വരുന്നത് കണ്ടില്ലേ, നന്നായി കുറുകി വന്നിട്ടുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഒരു നുള്ളു ഉപ്പിട്ടെടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇപ്പം ഇതിലും എല്ലാം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ സമയം ഒക്കെ കറക്റ്റാണോ നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ പിന്നെ ഇടുന്നില്ലേറെ നല്ലത് ഇപ്പോൾ കറക്റ്റാണോ നോക്കിയിട്ട് നമുക്ക് മധുരമോ ഉപ്പോ എന്തെങ്കിലും കമ്മി ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇപ്പം നന്നായി ആയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി കഴിഞ്ഞുമ്പോൾ ഇതിലേറെ ഒന്നുകൂടി ടൈറ്റായിട്ട് വരും. തണുക്കണ സമയം കൊണ്ട് ഒന്നുകൂടി ടൈറ്റായിട്ട് വരും. പൊട്ടുന്ന ഭരണിയിലോ അല്ലെങ്കിൽ അടപ്പില്ല ഏത് പാത്രത്തിലാണെങ്കിലും നമുക്കിത് ഇതിലേക്ക്
വെള്ളമില്ലാതെ എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു കേടും പറ്റൂല. ഒരു മാസം കേടാവാതെ സൂക്ഷിക്കാം. ഇപ്പം ഇത് നന്നായി തണുത്തതിൻ്റെ ശേഷം നന്നായി കട്ടയായിട്ടുണ്ട്. ഇപ്പം ലേഹത്തിൻ്റെയൊക്കെ പരുവം തന്നെ ആയി വന്നിട്ടുണ്ട്. ഇതിലേറെ കുറച്ചുകൂടി ആവും ലേഹം. ഇപ്പോൾ ഇതൊരു കിലോഗ്രാമിൻ്റെ ഒരു ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കിലോഗ്രാം കിട്ടിക്കണം എനിക്ക്. ഇതിലേക്ക് കൊച്ചുള്ളി അങ്ങനെയൊക്കെ ചേർക്കുകയാണെങ്കിൽ, ഈത്തപ്പഴമൊക്കെ ചേർക്കുകയാണെങ്കിൽ ശർക്കരൻ്റെ അധികം ആവശ്യമില്ല. അങ്ങനെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാഹ്. അടുത്ത വീഡിയോക്കുമായി കാണാം. ബൈ.